സങ്കീർത്തനം 34, നമുക്ക് സങ്കീർത്തനം 34 1 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ആ പ്രാർത്ഥനയ്ക്കകത്ത് ദാവീദ് ആ പ്രാർത്ഥന ഈ സങ്കീർത്തനം എഴുതുമ്പോൾ അതിനകത്ത് ഒരു 10 കാര്യങ്ങൾ 1 തൊട്ട് 10 വരെയുള്ള വാക്യത്തിനകത്ത് 10 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തനം 34 1-ാം വാക്യം പറയുന്നു, I will praise the Lord at all times. I will constantly speak his praises. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ മേൽ ഇരിക്കുന്നു. ആമേൻ. സ്തോത്രം. അപ്പൊ ഞാൻ യഹോവയെ വാഴ്ത്തും, ഞാൻ അവനെ സ്തുതിക്കും, അവന്റെ നാമം ഉയർത്തും. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം ദാവീദ് അവിടെ പറയുന്നത്, ദൈവത്തിന് പ്രൈസ് കൊടുക്കാൻ, ദൈവത്തിന് സ്തുതിയും സ്തോത്രവും ആരാധനയും കൊടുക്കുവാൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എല്ലാം നമ്മൾക്ക് വാ തുറന്ന് കുറ്റം പറയാൻ തോന്നുമ്പം, വഴക്ക് പറയാൻ തോന്നുമ്പം വഴക്ക് പറയേണ്ടത് വഴക്ക് പറയണം, ഡെഫിനറ്റ്ലി. പക്ഷെ എല്ലാ തിരുവചനം പറഞ്ഞ പ്രൈസ് ദ ലോർഡ് അറ്റ് ഓൾ ടൈംസ്. എപ്പോഴും നാവിൻ്റെ മേൽ സ്തോത്രവും സ്തുതിയും ആരാധനയും. നമുക്കറിയാം ദൈവം ഇസ്രായേലിന്റെ സ്തുതികളുടെ മേൽ വസിക്കുന്നവനാ. ഞാൻ നമ്മളുടെ ഓരോരുത്തരുടെയും സ്തുതികളുടെ മേൽ സിംഹാസനം വെച്ച് ഇരിക്കുന്നവനാ കർത്താവ്. ഹല്ലേലൂയ. അപ്പം ഒന്നാമത്തെ കാര്യം പറയുന്നത് എപ്പോഴും സ്തുതിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ് അറ്റ് ഓൾ ടൈംസ്. രണ്ടാമത്, only in the Lord let all who are helpless take heart. Hallelujah. 34:2. പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. ബോസ്റ്റ് ഇൻ ദ ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഒന്നും എനിക്ക് പുകഴുവാനില്ല, എനിക്ക് പുകഴാനുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ. അവൻ രണ്ടാമത് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവത്തിൽ ബോസ്റ്റ് ഇൻ ദ ലോർഡ്. ദൈവത്തിൽ എന്ന് വെച്ചാൽ കർത്താവ്, എനിക്ക് നമ്മൾ പറയുക ഇത് ഞാൻ കാരണമല്ല ഇത് നടന്നേ, പക്ഷേ സ്ട്രോങ് അല്ലാതെ പോഴ്സി ആയ റിച്ച്. ഞാൻ ക്രിസ്തുവില് ഞാൻ ബലമുള്ളവനും, ഞാൻ ക്രിസ്തുവില് ധനമുള്ളവനും ഒക്കെ അല്ലെ. ക്രിസ്തുവില് എനിക്കെല്ലാം ഉണ്ട്. പ്രശംസിക്കുന്നത് ക്രിസ്തുവില്, എൻ്റെ കഴിവിനാലല്ല, എൻ്റെ മിടുക്കിനാലല്ല, പക്ഷെ ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ സകലതും നടന്നേ. അപ്പൊ ക്രിസ്തുവിൽ പുകഴുക, ബോസ്റ്റ് അബൌട്ട് ഹിം. ദൈവത്തിനെ കുറിച്ച്, കർത്താവാണ് ഇതെല്ലാത്തിന്റെ ഉറവിടം എന്ന് പറഞ്ഞ് കർത്താവിന് നന്മ കൊടുക്കുക, കർത്താവിന്റെ നാമം ഉയർത്തിപ്പിടിക്കുക. ഹല്ലേലൂയ. രണ്ടാമത്തേത് ബോസ്റ്റ് ഇൻ ദ ലോർഡ്. മൂന്നാമത്തെ കം ഗ്രേറ്റ്നെസ്, ലെറ്റ് us exalt his name together. 3. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ദൈവനാമം മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. ഒന്നിച്ച് നമ്മൾ ഒരുമിച്ച് വന്ന് കൂടുമ്പോൾ വേറെ ഒന്നും ആയിരിക്കില്ല സംസാരം. നമ്മൾ ഒരുമിച്ച് വന്ന് കൂടുമ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളും വിഷയങ്ങളും അതൊക്കെ അതിൻ്റെ വഴി അവിടെ കിടക്കട്ടെ. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ഒരുമിച്ച് വന്ന് കൂടുമ്പോൾ മറ്റുള്ളത് കുറ്റം പറയുവോ, മറ്റുള്ളത് കണ്ടുപിടിക്കുകയോ അതും ഇതും പറയുകയല്ല. പക്ഷെ നമ്മൾ ഒരുമിച്ച് വന്ന് കൂടുമ്പോൾ ഒരു അവസരമായിരിക്കണം ദൈവനാമം ഉയർത്തുവാൻ. ടു എക്സോൾട്ട് ഹിസ് നെയിം. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമം അല്ലെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തത് സാക്ഷ്യങ്ങൾ പറഞ്ഞ് ദൈവനാമത്തിനെ ഉയർത്തുക. എങ്ങനെയൊക്കെ ദൈവത്തിന്റെ നാമം ഉയർത്താൻ പറ്റുമോ ഉയർത്തിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഒരുമിച്ച് വന്ന് കൂടുന്ന ബന്ധുക്കാര്, കൂട്ടുകാര്, വിശ്വാസി സമൂഹമാ വന്ന് കൂടുമ്പം കർത്താവിന്റെ നാമം ഉയർത്തുക. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ മൂന്നാമത്തെ കാര്യം പറഞ്ഞത് എക്സോൾട്ട് ഹിസ് നെയിം. ദൈവം വലിയവനെന്ന് പറയുക. ഹല്ലേലൂയ. അപ്പൊ മൂന്നാമത്തേത് ദൈവം വലിയവനെന്ന് പറയുക. നാലാമത്തേത് I prayed to the Lord and he answered me. He freed me from all my fears. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ആമേൻ. അപ്പൊ നാലാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പ്രേ ടു ദ ലോർഡ്. ൾക്ക് മറുപടി ലഭിക്കും. നമ്മളെ ഭയത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കും. ഭയം ഒരു ബന്ധനമാണ് അല്ലെ. ഭയം, നിരാശ, പിണക്കം, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകള്,
ഹൃദയം കൊണ്ട്. പറ്റുന്നില്ല എനിക്ക് അവരോട് ക്ഷമിക്കാൻ, എത്ര പ്രാർത്ഥിച്ചിട്ടും പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ഒരു പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു തരം ബന്ധനമാണ്. നമ്മളെ നന്മ അനുഭവിക്കാതെ വണ്ണം പിടിച്ചു വെക്കുന്ന ദേഷ്യം, ഹല്ലേലൂയ, അല്ലെങ്കിൽ ഭയം, ഇതെല്ലാം ഒരു തരം മുന്നോട്ട് വിടാത്ത വണ്ണമുള്ള ബന്ധനങ്ങളാണ്. ഇതിനകത്തുനിന്ന് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ തിരുവചനം നമ്മളോട് പറയാ, പ്രാർത്ഥിക്കുക. ഐ പ്രേ ടു ദ ലോർഡ്. എഫെസ്യരുടെ ലേഖനം 6-ാം അധ്യായത്തിനകത്ത് വചനത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത്, ഇതിനകത്ത് എല്ലാത്തിനകത്തും നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ ഇടപെടാതെ നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ ആത്മാവിന്റെ വചനമായ വാളെടുക്കുക. എന്നിട്ട് പറയുന്നത് പ്രേ അറ്റ് ഓൾ ടൈംസ്, എല്ലായ്പ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അതേപോലെ ഓൾ ടൈംസ്, എല്ലായ്പ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അതേപോലെ തന്നെ ദാവീദ് 4-ാമത്തെ കാര്യം ഒരു ജയകരമായ ജീവിതത്തിന് വേണ്ടി പറയാ, പ്രേ ടു ദ ലോർഡ്. കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവന് പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. നമ്മൾ ആകപ്പെട്ട് കിടക്കുന്ന ഭയത്തിൽ നിന്ന്, ഭാവിയെ കുറിച്ചുള്ള ഭയം, നമ്മുടെ ജീവിതത്തിനകത്ത് അയ്യോ ഇതൊന്നും നടന്നില്ലല്ലോ എന്നുള്ള നിരാശയിൽ നിന്നൊക്കെ കർത്താവിന് നമ്മളെ വിടുവിക്കാൻ പറ്റും. ഹല്ലേലൂയ. 5-ാമത്തെ കാര്യം, 5-ാമത്തെ വചനം, those who look to him for help will be radiant with joy, no shadow of shame will darken their faces. 5-ാം വാക്യം, അവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ആമേൻ, സ്തോത്രം. അപ്പൊ 5-ാമത്തെ കാര്യം, അവനിലേക്ക് നോക്കണം. ഹല്ലേലൂയ. നമ്മൾ നോക്കേണ്ടത് കൂട്ടുകാരിലേക്കല്ല, രാജ്യം ഭരിക്കുന്നവരിലേക്കല്ല, നമ്മൾ നോക്കേണ്ടത് അയൽവക്കക്കാരെയല്ല, ബന്ധുക്കാരെയല്ല, നമ്മുടെ കൂടെ വരുന്ന വിശ്വാസിയെ നോക്കേണ്ടത് അവനിലേക്ക്. നമ്മൾ ക്രിസ്തുവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ പ്രതികൂലങ്ങളെ നമുക്ക് അതിജീവിക്കാനുള്ള കൃപ കിട്ടും. പ്രവചനം പറയുന്നു, നമ്മൾ അവനിലേക്ക് നോക്കിയാൽ നമ്മുടെ മുഖം പ്രകാശമുള്ളതായി തീരും. ഹല്ലേലൂയ. നമ്മളുടെ ഒരു ലജ്ജയുടെ ഒരു നിഴല് പോലും നമ്മുടെ മേൽ വീഴത്തില്ല. നമ്മൾ അവനിലേക്ക് നോക്കുമ്പം നമ്മൾ അവന്റെ ചിറകിൻ കീഴിൽ മറഞ്ഞു നിൽക്കുക. ജനക്കൂട്ടമെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്, സുവിശേഷ ഭാഗങ്ങൾക്കകത്ത് ജനക്കൂട്ടങ്ങളെല്ലാം വന്നത് അവനിലേക്ക് നോക്കാനാ. ഹല്ലേലൂയ. ജനക്കൂട്ടം എല്ലാം വന്നത് യേശു അവിടെ ഉണ്ട് യേശു അവിടെ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ടാ വന്നത്. യേശു അവിടെ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് വന്നവരോടെല്ലാം യേശുവിന് മനസ്സലിവുണ്ടായി എന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. യേശു അങ്ങനെ അല്ലേ, ഉയരത്തിലുള്ള പിതാവിൽ നിന്ന് എല്ലാ നല്ല ദാനങ്ങളും ഒഴുകി വരുന്നത്. ഹല്ലേലൂയ. നമുക്ക് സകല നന്മയും സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. ഹല്ലേലൂയ. അവനിലേക്കൊന്ന് നോക്ക്. അപ്പൊ 5-ാമത്തെ കാര്യം, നമ്മൾ അവനിലേക്ക് നോക്കണം. നമ്മൾ അവനിലേക്ക് നോക്കിയാൽ അവന്റെ മുഖത്തുള്ള തേജസ് നമ്മളിലേക്ക് വരും, അവന്റെ മുഖത്തുള്ള ഐശ്വര്യം നമ്മളിലേക്ക് വരും. നമ്മൾ ഹല്ലേലൂയ, നമ്മുടെ സന്തോഷം കൊണ്ട് നിറയും, ലജ്ജ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവത്തില്ല. ഹല്ലേലൂയ. 6-ാമത്തെ വാക്യം, in my desperation I prayed and the Lord listened, he saved me from all my troubles. 6-ാമത്തെ വാക്യം, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ആമേൻ. 6-ാമത്തെ വാക്യം, നമ്മൾ ഒരു വിഷയം നടന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അതിന് മറുപടി കിട്ടിയില്ല എങ്കിൽ ഇനി മടുത്തിട്ട് എന്നെ കൊണ്ടൊന്നും വയ്യ എന്ന് പറഞ്ഞ് വലിച്ചെറിയുവല്ല. Pray prayers of desperation. Hallelujah. Desperate prayers. നിങ്ങൾ കർത്താവെ ഇത് ചെയ്ത് തന്നിട്ടേ പോകാവൂ, എനിക്കിതിനകത്ത് മറുപടി തന്നിട്ടേ പോകാവൂ. ഹല്ലേലൂയ. ചോദിക്കുന്നതിന് മുമ്പേ നമുക്ക് ഉത്തരം അരുളുന്ന ദൈവമാ അല്ലേ. വചനം ഇവിടെ 34:6 പറയുന്നു, പ്രേ വിത്ത് ഡെസ്പറേഷൻ. നമുക്കറിയാം, ഒരു സീറോ ഫിനിഷക്കാരി സ്ത്രീ യേശു കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, എൻ്റെ മോളെ സൗഖ്യമാക്കിയേ പറ്റൂ. അപ്പൊ യേശു പറഞ്ഞു, സോറി, ഞാൻ എൻ്റെ ആൾക്കാർക്ക് വേണ്ടി വന്നതല്ല എന്നൊരു രൂപമൊക്കെ ഇങ്ങനെ ഉപമയിലൂടെ ഒക്കെ സംസാരിച്ചു അല്ലേ. മക്കൾക്ക് അപ്പം കൊടുക്കണം, നായ്ക്കുട്ടികൾക്കല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, സാരമില്ല, മേശേന്ന് വീഴുന്ന തരിയാണെങ്കിലും മതി, ഇത് ഞാൻ കഴിച്ച് സമാധാനിച്ചോളാം അല്ലേ. അപ്പൊ അവളുടെ ആ ഡെസ്പറേഷൻ, അവളുടെ ആ നിലവിളിയുടെ പ്രാർത്ഥന, അവൾക്ക് വേറെ വഴിയില്ല എന്ന് അവൾ കർത്താവിനോട് പറഞ്ഞു. അവൾ എന്താ കർത്താവിനോട് പറഞ്ഞേ? അവൾ പറഞ്ഞു, സാരമില്ലെന്നേ, നായ്ക്കുട്ടികൾ മേശേന്ന് വീഴുന്ന കഷ്ണങ്ങൾ കഴിച്ചിട്ട് അങ്ങ് ജീവിച്ചോളാം. അപ്പം കർത്താവിന് മനസ്സിലായി, ഈ
ഈ 6-ാം വാക്യം അല്ലെ, 34-6. അവൾ ഡെസ്പറേഷനിൽ നിന്ന് അവൾ പ്രാർത്ഥിക്കുന്നത്. അവൾക്ക് ഇനിയും വേറെ ഒരു വഴിയില്ല. അങ്ങനെ അവൾക്ക് തിരിച്ചറിഞ്ഞ ആ പ്രാർത്ഥന. അപ്പം നമ്മുടെ പ്രാർത്ഥന അങ്ങനെയായിരിക്കണം. കർത്താവ്, എനിക്ക് വേറെ ഒന്നും മാർഗമില്ല, ഇതേ ഉള്ളൂ, നീ എനിക്ക് മറുപടി തന്നേ പറ്റൂ. ഹല്ലേലൂയ. എൻ്റെ കുടുംബം യോജിപ്പിച്ചേ പറ്റൂ, എൻ്റെ മക്കളെ നേരെയാക്കിയേ പറ്റൂ, എൻ്റെ ജീവിതത്തിനകത്ത് പ്രേയേഴ്സ് ഓഫ് ഡെസ്പറേഷൻ. എനിക്ക് വേറെ എങ്ങും ഒരു വഴിയില്ല, കർത്താവ് എനിക്ക് മറുപടി തന്നേ പറ്റൂ. അങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിൽ കർത്താവിന്റെ വചനം പറയുന്നേ, ദൈവം ആ പ്രാർത്ഥന കേൾക്കും. നമ്മളെ പ്രതികൂലത്തിനകത്തുനിന്നും നാശത്തിനകത്തുനിന്നും നമ്മളെ തീർച്ചയായിട്ടും വിടുവിക്കും. ഹല്ലേലൂയ. വെറും ഓർഡിനറി പ്രേയേഴ്സ് അല്ല അവിടെ പ്രാർത്ഥിക്കേണ്ടത്. എക്സ്ട്രോർഡിനറി പവർഫുൾ പ്രേയേഴ്സ് അവിടെ പ്രാർത്ഥിക്കണം. വചനം എടുത്ത് പ്രാർത്ഥിക്കണം. നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കണം. കർത്താവ് ചെയ്ത നന്മകളെ ഓർമ്മിപ്പിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ വാഗ്ദത്തങ്ങൾ എടുത്തു വെച്ചിട്ട് പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങളുടെ വാഗ്ദത്തം ഇങ്ങനെയുണ്ട്. വെറും ഓർഡിനറി പ്രേയേഴ്സ് അല്ല, സിമ്പിൾ പ്രേയേഴ്സ് അല്ല, പവർഫുൾ പ്രേയേഴ്സ്. ഹല്ലേലൂയ. ഡെസ്പറേറ്റ് പ്രേയേഴ്സ്. അതിന്റെ 7-ാം വാക്യം, for the angel of the Lord is a God, he surrounds and defends all who fear him. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ 7-ാമത്തെ കാര്യം നമ്മളോട് പറയുന്നേ, ദൈവത്തിന്റെ ദൂതന്മാര് നമ്മുടെ ചുറ്റിനുമുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെ തിരിച്ചറിയണം, ഞാൻ ദൈവരാജ്യത്തിനകത്ത, ക്രിസ്തുവിനെ ഞാൻ അറിഞ്ഞ് ക്രിസ്തുവിനെ കൈക്കൊണ്ട് വ്യക്തിയായ ഞാൻ ദൈവരാജ്യത്തിനകത്ത് അല്ലെ. അപ്പം ദൈവരാജ്യത്തിനകത്തിരിക്കുന്ന ഞാൻ വചനത്തിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നുവെച്ചാൽ വചന ഹെബ്രായ ലേഖനം നമ്മളോട് പറയുന്നു, നമുക്ക് ദൈവത്തിന്റെ മുൻപാകെ യേശു ക്രിസ്തുവിന്റെ നാമത്തിലൂടെ കയറി ചെല്ലാൻ നമുക്ക് അവകാശമുണ്ട്. സ്വർഗീയ സിംഹാസനത്തിന്റെ മുമ്പിലേക്ക് നമുക്കിന്ന് ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഗുണം കൊണ്ട് നമുക്ക് കയറി ചെല്ലാൻ അവകാശമുണ്ട്. യേശു നമുക്ക് വേണ്ടി നേടിത്തന്ന നീതി മൂലം നമുക്ക് ക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ, ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിലേക്ക് കയറി ചെല്ലാൻ നമുക്ക് പറ്റും. നമ്മൾ ദൈവസിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവരാണ് എന്ന് നമുക്കറിയാമെങ്കിൽ നമ്മൾ ഒരു കാര്യം കൂടെ അറിയണം, ദൈവസിംഹാസനത്തിന്റെ ചുറ്റിനും ദൂതന്മാരുണ്ട്. ഹല്ലേലൂയ. അവര് സ്വർഗീയ ദൂതന്മാര് ചുറ്റിനും ഉണ്ടെങ്കിൽ തിരുവചനം നമ്മളോട് പറയുന്നു, 7-ാമത്തെ വാക്യം പറയുന്നു, ഹല്ലേലൂയ, നമ്മുടെ ചുറ്റിനും സ്വർഗീയ ദൂതന്മാരുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഓരോ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കർത്താവിനോട് നമ്മൾ ഇരുന്ന് നമ്മൾ യേശുവിനോടൊപ്പം ഇരിക്കുമ്പോൾ നമ്മൾ എവിടെ പോകുമുണ്ട്. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, നമ്മൾ പോകുമ്പോഴും വരുമ്പോഴും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവര്. ഹല്ലേലൂയ. തിരുവചനം നമ്മളോട് പറയുന്നു, യേശു ഇമ്മാനുവേൽ എന്ന ദൈവമാ, നമ്മുടെ കൂടെ വസിക്കുന്ന, നമ്മുടെ കൂടെ നടക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞിട്ട് പോയത്, ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ എന്നേക്കും ഇരിക്കുന്ന ഒരു അഡ്വക്കേറ്റിനെ ഞാൻ പറഞ്ഞയക്കുന്നു. ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളിലും എന്നിലും വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ സ്തോത്രം, ദൈവം ഇരിക്കുന്നിടത്ത് ദൂതന്മാരുണ്ട്. ഉറപ്പ്. അനുഭവിച്ചാലും കൊള്ളാം, അനുഭവിച്ചില്ലേലും കൊണ്ട സ്വർഗത്തിന്റെ ദൂതന്മാരുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പലവട്ടവും ഞാൻ പറഞ്ഞു മടുക്കാത്ത ഒരു കാര്യമാണ്. ഞാൻ ഒരു തവണ അങ്ങനത്തെ ഒരു അനുഭവം അനുഭവിച്ച്, ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നല്ല സ്പീഡിലാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. എന്നെ ഒരു കാറ് സൈഡിൽ നിന്ന് വന്ന് ലൈൻ ഇങ്ങനെ ഇവിടെയൊക്കെ നല്ല ഫാസ്റ്റ് ട്രാക്ക് ആയത് കാരണം വേഗത്തിൽ വന്ന് ഇങ്ങനെ ഞൊളഞ്ഞ് ഇങ്ങനെ പൊളഞ്ഞൊക്കെ ഇങ്ങനെ പോകും. അങ്ങനെ ഒരു കാർ എൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് കയറി വന്ന് പൊളഞ്ഞ് കയറിപ്പോയത്, ശരിക്കും അതിന്റെ വക്ക് ആ കാറിന്റെ സൈഡ് എൻ്റെ കാറിന്റെ സൈഡിൽ ഇടിച്ച് ഇങ്ങനെ സമസോൾട്ട് ചെയ്ത് ഇങ്ങനെ കരണം മറിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അത്ര സ്പീഡിൽ വന്ന് എഡ്ജ് അടിച്ചാൽ സാധാരണ അങ്ങനെയാണ്. പക്ഷെ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഇതിങ്ങനെ എഡ്ജ് കയറി പോകുമ്പോൾ ഞാൻ വേഗത്തിൽ, എനിക്ക് എന്താ ഞാൻ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഒരു കാഴ്ച കണ്ടത്, ഞാനൊരു വണ്ടിയുടെ ഇടയ്ക്ക് ഞാനൊരു വാള് ശരിക്കും കണ്ടു. എനിക്ക് മനസ്സിലായി സ്വർഗീയ ദൂതന്മാരുടെ സംരക്ഷണം. ഹല്ലേലൂയ. തിരുവചനം പറയുന്നത് നമ്മുടെ ചുറ്റിനും സ്വർഗീയ ദൂതന്മാരുണ്ട്. ഹല്ലേലൂയ. നമ്മൾ എവിടെ പോയാലും സ്വർഗസിംഹാസനമാണ്. നമ്മൾ ആ ദൈവ സന്നിധിയിലേക്ക് കയറി ചെല്ലുക, നമ്മൾ ദൈവരാജ്യത്തിനകത്ത് ആ ഒരു ബോധ്യം എപ്പോഴും ഉണ്ടാവണം. പറയണം, ഞാൻ ദൈവരാജ്യത്തിന്
സാന്നിധ്യത്തിനകത്ത് വസിക്കുന്ന ഒരു ദൈവ പൈതല, ഞാൻ സ്വർഗസിംഹാസനത്തിന്റെ മുമ്പിൽ കയറി വരുന്ന ഒരു ദൈവ പൈതല. കർത്താവ് എൻ്റെ കൂടെയുണ്ട്, സ്വർഗം എൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് ദൂതന്മാരെൻ്റെ ചുറ്റിനുമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കാല് കല്ലിൽ തട്ടി വീഴും, നമ്മളെ താങ്ങിക്കൊള്ളുന്ന ദൂതന്മാരുണ്ട് എന്ന വചനം നമ്മളോട് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നമ്മൾ പോകുന്ന വഴികളിൽ നമ്മുടെ ചുറ്റിനും സ്വർഗദൂതന്മാരുണ്ട്. ഹല്ലേലൂയ. ഒരു അനർത്ഥവും സംഭവിക്കാതെ വണ്ണം. സ്തോത്രം. വചനം 7-ാം വാക്യം സങ്കീർത്തനം 34:7 പറയുന്നു, ഹല്ലേലൂയ, ദൈവത്തിന്റെ ദൂതന്മാര് ഹല്ലേലൂയ, ദൈവത്തിന്റെ ദൂതന്മാര് നമ്മുടെ ചുറ്റിനുമുണ്ട്. ഹല്ലേലൂയ. 8-ാമത്തെ വാക്യം, taste and see that the Lord is good, oh the joys of those who take refuge in him. 8-ാം വാക്യം, യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിഞ്ഞു, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യൻ. അപ്പൊ എന്ത് ചെയ്യണം? 8-ാമത്തെ വാക്യം. അപ്പൊ ഇത്രയും വരെ എന്നൊക്കെ പറഞ്ഞ് 8-ാമത്തെ വാക്യം പറയുന്നു, രുചിച്ചു നോക്കണം. ഹല്ലേലൂയ, രുചിച്ചു നോക്കണം. യേശു നല്ലവൻ എന്ന് പറഞ്ഞാൽ അനുഭവം ഉണ്ടാവണം. മറ്റാര് പറഞ്ഞാലും നമുക്കൊന്നും വിശ്വാസം ഉണ്ടാവത്തില്ല, പക്ഷെ നമുക്ക് അനുഭവം ഉണ്ടാവണം. ഹല്ലേലൂയ. ഓരോന്നും എക്സ്പീരിയൻസ് ചെയ്യണം. ദൈവരാജ്യം ഒരു എക്സ്പീരിയൻസിന്റെ രാജ്യമാണ്. ദൈവരാജ്യം, നമ്മുടെ ദൈവരാജ്യം ഞാൻ അനുഭവിക്കുന്ന ദൈവരാജ്യം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാ. ഹല്ലേലൂയ. ആരുടെങ്കിലുമൊക്കെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ, മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ കർത്താവിനോട് പറയണം, കർത്താവെ, എനിക്ക് എനിക്കും അങ്ങനത്തെ ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാവണം, എനിക്കും അറിയണം, എനിക്കും അങ്ങയുടെ സ്പർശനം ഒന്ന് ഏൽക്കണം, അങ്ങയുടെ കണ്ണിലേക്കൊന്ന് നോക്കുന്ന അനുഭവം, അങ്ങയുടെ ശബ്ദം ഒന്ന് കേൾക്കുന്ന അനുഭവം, ആ ദർശനങ്ങൾ ലഭിക്കുന്ന അനുഭവം, ദൂതുകൾ ലഭിക്കുന്നത്, സ്വപ്നങ്ങൾ കാണുന്നത്, കർത്താവെ എനിക്കും ഒന്ന് അനുഭവിക്കണം. എന്താന്ന് വെച്ചാൽ കർത്താവെ എനിക്കും ഒന്ന് അനുഭവിക്കണം. എന്താന്ന് വെച്ചാൽ ദൈവരാജ്യം വേറൊരാളിൽ കൂടെ അല്ല അനുഭവിക്കുന്നത്, ദൈവരാജ്യം നമ്മൾ ഓരോരുത്തരും അനുഭവിക്കണം. അല്ലെ? ഹല്ലേലൂയ. ആ രക്തസ്രാവക്കാരി സ്ത്രീ, അവള് കേട്ടു മറ്റുള്ളവർ പറയുന്നത്, യേശു രോഗം സൗഖ്യമാക്കുന്നവനാ, ഭൂതങ്ങളെ ഓടിപ്പിക്കുന്നവനാ, മനുഷ്യരെ വിടുവിക്കുന്ന, ഇങ്ങനൊക്കെ അവള് കേട്ടത് അവൾ എന്ത് ചെയ്തു? അവള് പറഞ്ഞു, എനിക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, എനിക്കും ഒന്ന് അനുഭവിക്കണം. ഹല്ലേലൂയ. ഞാനിന്ന് ചെന്ന് അനുഭവിക്കട്ടെ. അങ്ങനെ എന്നിട്ട് അവള് മനസ്സിൽ വിചാരിച്ചു, ഞാൻ അവന്റെ തൊങ്ങലിൽ ഒന്ന് തൊട്ടാൽ മതി, ഞാൻ സൗഖ്യമാകും. അവൾ ചെന്നു, തൊട്ടു, അവൾ ആഗ്രഹത്തോടെ ചെന്നു, അവൾ അനുഭവസ്ഥയായി. അവള് രുചിച്ചു, അവള് തൊട്ടു, അവള് കണ്ടു, അവൾ അനുഭവിച്ചു യേശു നല്ലവനെന്ന്. ഹല്ലേലൂയ. അപ്പൊ അവൾക്കും എന്നിട്ടിപ്പം പറയാൻ ഇടയായി, ദേ നിങ്ങളൊക്കെ പറഞ്ഞത് ഞാനും അനുഭവിച്ചു, യേശു പറഞ്ഞത് ഞാനും അനുഭവിച്ചു, യേശു നല്ലവനെന്ന്. ഹല്ലേലൂയ. ശമരിക്കാരി സ്ത്രീയുടെ സാക്ഷ്യങ്ങൾ അവർ കേട്ടു. അവള് പറഞ്ഞു, ദേ നിങ്ങളൊക്കെ വന്നേ, എൻ്റെ ജീവിതം മൊത്തം വിളിച്ചു പറഞ്ഞ ഒരുത്തനുണ്ട്, നിങ്ങളൊക്കെ ഒന്ന് വന്നേ. അവരെന്ത് ചെയ്തു? അവരെല്ലാരും വന്ന് അവര് യേശുവിന്റെ വായിൽ നിന്ന് കേട്ടു, യേശുവിനെ തൊട്ടു, വിശ്വാസത്തിൽ വന്നിട്ട് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിനകത്ത് ഹല്ലേലൂയ, അവളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ശമരിയക്കാരി സ്ത്രീയോട്. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം, സ്തോത്രം, അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, now we believe. അതിന്റെ 42-ാം വാക്യം, 4:42. Then they said to the woman, now we believe, not just because of what you told us, but because we heard him ourselves. Hallelujah. കണ്ടോ? ഞങ്ങൾ വിശ്വസിക്കുന്നു, നീ പറഞ്ഞതും കൊണ്ടല്ല, ഹല്ലേലൂയ, പക്ഷെ ഞങ്ങള് കേട്ടു. അവൻ പറയുന്ന ഞങ്ങളുടെ കാതുകളും കൊണ്ട് ഞങ്ങൾ കേട്ടു, ശബ്ദം ഞങ്ങൾ അനുഭവിച്ചു, ഞങ്ങൾ അവനിൽ നിന്ന് അവന്റെ വിടുതൽ ഞങ്ങൾ അനുഭവിച്ചു. ഹല്ലേലൂയ. കണ്ടോ? അവര് പറയുന്നത് നീ പറഞ്ഞത് കൊണ്ടല്ല, ഞങ്ങൾ അനുഭവിച്ചു. സ്തോത്രം. അപ്പൊ ദൈവരാജ്യം അനുഭവങ്ങളുടെ രാജ്യമാ. ഹല്ലേലൂയ. തിരുവചനം 8-ാം വാക്യം പറയുന്നു, രുചിച്ചു നോക്ക്. ഇംഗ്ലീഷിൽ പറയുന്ന ടേസ്റ്റ് ആൻഡ്, രുചിച്ചു നോക്ക്. ഇംഗ്ലീഷിൽ പറയുന്ന ടേസ്റ്റ് ആൻഡ് സീ that the Lord is good. രുചിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കുക ദൈവം നല്ലവനെന്ന്. ഹല്ലേലൂയ. മറ്റാരെങ്കിലും ഒക്കെ ദൈവസ്നേഹം പറയുമ്പോൾ, പലതും പറയുമ്പോൾ പറയണം, കർത്താവെ എനിക്കും ഒന്ന് അനുഭവിക്കണം, എനിക്കും അങ്ങയിൽ നിന്നൊന്ന് കേൾക്കണം, എനിക്കും അങ്ങയിൽ നിന്നൊന്ന് പ്രാപിക്കണം. എന്നിട്ട് അവിടെ അവനിൽ ആശ്രയിക്കുന്നവർക്ക് എത്ര ആനന്ദം. ഹല്ലേലൂയ. അപ്പൊ 8-ാമത്തെ കാര്യം, നമ്മൾ രുചിച്ചറിയണം. വി ഹാവ് ടു എക്സ്പീരിയൻസ് ജീസസ്. ഹല്ലേലൂയ. 9-ാമത്തെ വാക്യം, 9-ാമത്തെ കാര്യം, ഫിയർ ദ ലോർഡ് യു ഹിസ് ഗോഡ്ലി പീപ്പിൾ, ഫോർ ദോസ് ഹു ഫിയർ ഹിം will have all they need. 9-ാം വാക്യം, യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ. ആമേൻ. Fear the Lord.
ബുദ്ധിമുട്ടില്ലല്ലോ. ആമേൻ. അവനെ ഭയപ്പെടും. എങ്ങനെയാ ഭയപ്പെടുന്നത്? ഉയ്യോ, ചിലർക്ക് ഭയമുണ്ടല്ലേ, കർത്താവ് കോപിക്കും, ശിക്ഷിക്കും, രോഗമിടും, ശപിക്കും, വേദനിപ്പിക്കും, കൊല്ലും. നോ 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 നോ. നമ്മള് എങ്ങനെയാ സ്നേഹത്തിൽ നിന്നുള്ള യെസ് പറയത്തില്ല. ഞാൻ കർത്താവിനോടൊന്ന് ആലോചിച്ചിട്ട് ഞാൻ അതിന് ഇറങ്ങിത്തിരിക്കാം കർത്താവിനോട്. അതുപോലെ ദൈവ സാന്നിധ്യത്തിന് കൊടുക്കുന്ന ബഹുമാനം, ഒരു ആരാധന നടക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥന, നമ്മൾ വചനം കേൾക്കുമ്പോൾ, വചന ധ്യാനം, ആരാധനയ്ക്ക് കൂടുമ്പോൾ, ഏത് പ്ലാറ്റ്ഫോം വേണമെങ്കിലും ആയിക്കോട്ടെ, നേരിട്ട് മുഖാമുഖം മാത്രമല്ല, പക്ഷേ ഓൺലൈനും ഒക്കെ എങ്ങനെയൊക്കെ നമ്മളിരിക്കുമ്പോൾ ചിലവരെ ഞങ്ങളിങ്ങനെ TV-യിൽ ഒരു തവണ ഒരു ദേവദാസൻ ഇങ്ങനെ വചനം ശുശ്രൂഷിക്കുമ്പോൾ ആരോ സുഖമായിട്ട് കിടന്നോണ്ടൊക്കെ കേൾക്കുന്നത് വചനം അല്ലെ, അതൊക്കെ ദൈവവചനത്തിന് ബഹുമാനം കൊടുക്കാത്തതാ. അപ്പൊ നമ്മൾ ദൈവവചനത്തിന് ബഹുമാനം കൊടുക്കുന്നു, ദൈവത്തിന് ബഹുമാനം കൊടുക്കുന്നു. ഇത് സാക്ഷാൽ ദൈവമാ. ആര് പറയുന്നു, ആരെടുക്കുന്നു എന്നല്ല. പക്ഷേ ഹല്ലിയ, ഇത് കർത്താവിന്റെ വചനമാ. ഇത് ജീവനുള്ളതാ. ഇത് സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് എന്നെ വിടുവിക്കാനായിട്ട് വന്ന സാക്ഷാൽ യേശു ഹല്ലിയ. ഇത് തീയാണ്. ഇത് നമ്മൾ ആ വചനം കേൾക്കുമ്പോൾ നമ്മൾ അലക്ഷ്യത്തോടെ അല്ല, നമ്മൾ പല 150 കാര്യങ്ങൾ ചെയ്തോണ്ടല്ല ദൈവവചനം കേൾക്കുന്നത്. പക്ഷെ ശ്രദ്ധയോടെ ഒരു 100 മീറ്റിങ്ങിൽ കയറുമ്പോഴാ അതിനോട് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ്. പക്ഷെ അല്ലാതൊന്ന് നോക്കിക്കേ, നമ്മൾ ഏതൊരു മീറ്റിങ്ങിന് കയറിയാലും ഏതൊരു വചന ധ്യാനത്തിന് കയറിയാലും നമ്മൾ ആ കൊടുക്കേണ്ട ബഹുമാനത്തോടെ ഒന്നിരുന്നേ. ഇത് കർത്താവിന്റെ വചനമാ, ഇത് തീയാ, ഇത് ജീവനാണ് എന്നെ സകലതും നമ്മളെ കുറിച്ച് അറിയുന്ന കർത്താവാണ് എന്ന് പറഞ്ഞൊന്ന് നമ്മൾ പ്രാർത്ഥനയോടെ ഒന്നിരുന്നേ. വേഗത്തിൽ വരുന്നത് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നത് ഫിയർ ദി ലോർഡ്, ദൈവത്തിനെ ബഹുമാനിക്കുക, സ്നേഹത്തിൽ നിന്ന് ദൈവത്തിനെ ഭയപ്പെടാനെന്ന് അവിടെ ട്രാൻസ്ലേഷൻ പറയുന്നത്. അവനെ ഭയപ്പെടുന്ന എങ്ങനെയാ? ദൈവം ക്രോധമുള്ളവനും അടിക്കുന്നതും ശിക്ഷിക്കുന്നവനും അങ്ങനെയല്ല. അല്ലേ, മക്കൾ അപ്പനെ ബഹുമാനത്തോടെ ഭയക്കുന്നത് പോലെ. കൂട്ടുകാരുടെ കൂടെ നടക്കുമ്പം നോ എൻ്റെ ദൈവം എന്നോട് ഞാൻ ഇങ്ങനെ സംസാരിക്കത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ കേൾക്കത്തില്ല, ഇന്നത് കാണത്തില്ല, അവരൊക്കെ കണ്ടോട്ടെ, അവരൊക്കെ കേട്ടോട്ടെ, പക്ഷെ ഞാനത് ചെയ്യത്തില്ല. എന്താ? എൻ്റെ കർത്താവിന് ഞാൻ കണക്ക് കൊടുക്കേണ്ടതാ. അപ്പം കർത്താവിനോടുള്ള ഭയം. ഈവൻ സ്ട്രോങ് യങ് ലയൺസ് sometimes go hungry, but those who trust in the Lord will lack no good thing. 10ാം വാക്യം. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഇവിടെ യഹോവയെ അന്വേഷിക്കുന്നവർക്കെന്ന മലയാളം പറയുന്നത്, പക്ഷെ ശരിക്കും ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, those who trust in the Lord. അവനെ വിശ്വസിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. സോ ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. ഹല്ലേലൂയ. ആരാ അന്വേഷിക്കുന്നേ? വിശ്വസിക്കുന്നവരെ അന്വേഷിക്കുന്നേ അല്ലേ. നമ്മൾ ഒരാളെ അന്വേഷിക്കാൻ പോകുമ്പോൾ, നമ്മൾ ഒരാളെയോ ഒരു കാര്യം നമ്മൾ അന്വേഷിക്കാൻ പോകുമ്പോൾ നമുക്കത് അവിടെ ഉണ്ട് എന്നുള്ള വിശ്വാസം ഉണ്ടായിട്ടല്ലേ നമ്മൾ അത് അന്വേഷിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തി അവിടെ ഉണ്ട് എന്നുണ്ടായിട്ടല്ലേ നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കാൻ പോകത്തില്ല. ഹല്ലിയ. അതേപോലെ ഹല്ലിയ തിരുവചനം പറയുന്നത് വിശ്വസിക്കുക, ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. അവനുണ്ട്, ദൈവമുണ്ട്. അല്ലെ, ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നവന്. തിരുവചനം ഹെബ്രായർ ലേഖനം പറയുന്നു, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവര് വേണം അല്ലെ. ഹെബ്രായർ ലേഖനം 11ാം അധ്യായം അല്ലെ. ദൈവം ഉണ്ടെന്ന്, ദൈവം പ്രാർത്ഥന കേൾക്കുമെന്നും വിശ്വസിക്കുന്നവര് വേണം ദൈവസന്നിധിയിൽ കയറി ചെല്ലാൻ. ഈ വിശ്വാസമില്ലാതെ ദൈവത്തിനെ നമുക്ക് പ്രീതിപ്പെടുത്താൻ പറ്റത്തില്ല. ദൈവം ഉണ്ടെന്നും ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനുമാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പൊ കർത്താവുണ്ട്. ഞാനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ, ഇപ്പം പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് ഞങ്ങൾ ഇരിക്കുമ്പോൾ പ്രാർത്ഥിച്ചു, എനിക്ക് നല്ല വിശ്വാസം, നേരെ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഇനി അത് നടക്കുവോ ആർക്കറിയാം, അന്നേരം ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ പ്രാർത്ഥനയൊക്കെ സ്വർഗം കേൾക്കത്തില്ലായിരിക്കും, അവര് പ്രാർത്ഥിച്ചാലേ കേൾക്കത്തുള്ളൂ. നോ, അങ്ങനെയല്ല. കർത്താവിനെ ആര് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നോ ആർക്കും പ്രാർത്ഥിക്കാം. അല്ല, യേശുവേ എന്ന് വിളിക്കുന്ന ഏതൊരു വ്യക്തിക്കും പ്രാർത്ഥിക്കാം. ഇന്ന ആള് പ്രാർത്ഥിച്ചാലേ മറുപടി കിട്ടത്തുള്ളൂ. നോ, അങ്ങനെയല്ല. വിശ്വസിക്കുന്ന ഏവനും മറുപടി കിട്ടും. ഹല്ലേലൂയ. വിശ്വസിക്കണം എന്ന് പറഞ്ഞേ, വിശ്വാസം. അപ്പൊ നമ്മളിന്ന് 10 കാര്യങ്ങൾ അല്ലെ, 10 വാക്യങ്ങൾ 34-ാം സങ്കീർത്തനം 1 തൊട്ട് 10 വരെയും അല്ലെ, 10
വളർത്തിയെടുക്കുവാൻ ഹാലിയ 10 കാര്യങ്ങൾ, ഹാലിയ 10 വാക്യങ്ങൾക്കകത്ത് ഓരോ വാക്യത്തിനകത്തും ഹാലിയ ദാവീദ് നമ്മളോട് അന്ന് സങ്കീർത്തനം എഴുതി വെച്ചപ്പം ഹാലലുയ്യ നമ്മളോട് 10 കാര്യങ്ങൾ 10 വാക്യത്തിലൂടെ പറഞ്ഞു. ഇന്നത് ധ്യാനിക്കണം. ഹാലിയ 34 സങ്കീർത്തനം എടുത്തിട്ട് കർത്താവിനോട് പറയണം, കർത്താവ് എൻ്റെ വിശ്വാസത്തിന്റെ കീർത്തനം എടുത്തിട്ട് കർത്താവിനോട് പറയണം, കർത്താവ് എൻ്റെ വിശ്വാസത്തിന്റെ അളവൊന്ന് വർദ്ധിപ്പിച്ചു തരണം. ഹാലലുയ്യ, സ്തോത്രം. ആ 10 കാര്യങ്ങൾ ഒന്നാം വാക്യം തൊട്ട് 10-ാം വാക്യത്തിനകത്ത് നമ്മൾ ഓരോ വാക്യത്തിനകത്തും ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ടു അല്ലെ. പ്രാർത്ഥിക്കണം, ഹല്ലിയ, സ്തോത്രം പറയണം, ദൈവത്തിൽ അവനിലേക്ക് നോക്കണം. ഹല്ലിയ, ദൈവദൂതന്മാർ നമ്മുടെ ചുറ്റിനും ഉണ്ടെന്ന് വിശ്വസിക്കണം. കർത്താവിനെ രുചിച്ചു നോക്കണം. ഹല്ലിയ, അവനെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഭയക്കണം. ഹല്ലിയ, ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ച് ആശ്രയിക്കണം. ഹല്ലിയ, കർത്താവിനെ നമ്മൾ ഇങ്ങനെ നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, ദൈവം നമ്മളെ നോക്കുക മാത്രമല്ല നമ്മുടെ പ്രാർത്ഥനകൾക്ക് കർത്താവ് മറുപടി തരുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ ഓരോ വചനം എടുത്ത് നമ്മൾ ധ്യാനിക്കും തോറും ഈ വചനം നമ്മുടെ എല്ലിനകത്തേക്കും നമ്മുടെ മനസ്സിനകത്തേക്കും നമ്മുടെ ഓരോ വിഷയത്തിനകത്തേക്കും ഇറങ്ങി ചെല്ലുക ചെയ്യുന്നത്. ഹല്ലേലൂയ. കർത്താവ് നീ നല്ല വചനത്താൽ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ട്. ഹല്ലേലൂയ. ക്ഷീണിച്ചു പോകല്ല്, തളർന്നു പോകല്ല്. ദൈവം മറുപടി തരുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ജീവനുള്ള കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. അല്ല, പക്ഷെ നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച് ജയം എടുക്കാനാ ദൈവം നമ്മളെ നിർബന്ധിക്കുന്നത്. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഈ നല്ല വചനത്താൽ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. യേശുവിൻ നാമത്തിൽ